ആ ഹാ ഹാ ഹാ. എന്തൊരു രസം കാണാൻ, എന്നാ പറഞ്ഞ എന്തൊരു രസം, നല്ല സ്റ്റൈല് ഉള്ള പരിപാടിയാണ്. അയ്യോ രസിക്കാൻ വന്ന് നിൽക്കുന്നു. ഞാൻ തുണി അലക്കുന്ന കണ്ടിട്ട് അല്ല, നിന്നെ കണ്ടിട്ട് രസമാണെന്നല്ല പറഞ്ഞത്, ഈ എന്നാ രസമാന്നാ ഈ പറഞ്ഞേ. തുണി അലക്കൽ കണ്ടിട്ടുള്ള കാര്യമാണ്. പെണ്ണുങ്ങൾ എവിടെയെങ്കിലും നിന്ന് ഒരു ജോലി ചെയ്യുമ്പോ വന്ന് വായി നോക്കി നിന്നിട്ട് അത് ഭയങ്കര രസംന്ന്. നീ എന്താ ചൂടാകാനൊന്നും ഇല്ലല്ലോ. ഈ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പം കാണലില്ല, എങ്ങനെയുള്ള പരിപാടി? ഈ തുണി അലക്കലും പരിപാടിയൊന്നും. ഇപ്പൊ ഉള്ളവരൊന്നും അതൊക്കെ അന്യം നിന്ന് പോയി. അന്യം തിന്നോ? അന്യം തിന്നു എന്നല്ല പറഞ്ഞേ, അന്യം നിന്ന് പോയി എന്ന് പറയുമ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ. പെണ്ണുങ്ങൾ അതിനൊക്കെ പിന്നെ വാഷിംഗ് മെഷീനോ എന്നാ, വാഷിംഗ് മെഷീൻ അതിനകത്തിട്ട് കടന്ന് വെക്കും, അലക്കും, അങ്ങനെയൊക്കെ പരിപാടിയാണ്. ആ, എന്നാലും അലക്കി തന്നെയാണല്ലോ. അലക്കി തന്നെ, അലക്കിയ തുണിയൊക്കെ പോകില്ലേ അതിനകത്തിട്ട് ഉണ്ടാക്കിയല്ലേ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്തോണെന്നാണോ? പിന്നെ കണ്ട് അത് പണ്ട്. ഇപ്പം ഇങ്ങനത്തെ കുത്തലും അലക്കലും ഒന്നും ഈ എന്നെ പോലുള്ളവരൊക്കെ അത് തന്നെ കാണാൻ എന്ന സ്റ്റൈലുണ്ടെന്ന്. അയ്യോ നല്ല സ്റ്റൈലാ. പോണം അവിടുത്തെ വന്ന് നോക്കി നിക്കുക, കാണാൻ സ്റ്റൈലാ പോലും. പിന്നെ നീ അലക്ക് പെണ്ണുങ്ങൾ അലക്കുന്നിടത്തൊക്കെ വന്ന് ഇങ്ങനെ വായി നോക്കി, ചിലര് കുളിക്കുന്നിടത്തും പോയി നിൽക്കുന്ന കാണാം. കുളിക്കുന്നിടത്തോ? അതെങ്ങനെ നീ ഞാനിങ്ങനെ കുളിക്കുന്നിടത്ത് നോക്കി പറഞ്ഞേ? ഈ പുഴയിലൊക്കെ അല്ലേ പെണ്ണുങ്ങള് ഇപ്പൊ ഈ നാട്ടിൻപുറത്തൊക്കെ കുളിക്കാൻ പോവുക. അവിടെ കാണാം ഓരോ മരത്തിന്റെ മണ്ടയിലും അല്ല, പണ്ട് മരത്തിന് മണ്ട എങ്ങനെ കയറി? അവൻ നീ എങ്ങനെ അറിഞ്ഞെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ. നമ്മളെ കണ്ടാലേ അറിയാലോ, ഉണ്ണിയെ കണ്ടാലറിയാലോ. അയ്യോ, കണ്ടാലേ അറിയാം. പിന്നെ അതൊന്നും എന്നെ കിട്ടില്ല അങ്ങനെയൊന്നും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ മരത്തിന്റെ മണ്ടയിൽ കയറി ചവറ് കൊത്താനാ. ചവറ് കൊത്താനായിരുന്നു. ആ പുഴയുടെ ഇണ്ടിയിലായിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പൊ കുറെ പെണ്ണ് തുണി അലക്കുന്നുണ്ടായിരുന്നു. അത് ഞാനാണ് ഉത്തരവാദി. അവരോട് പോകാൻ പറയാൻ പറ്റുമോ എനിക്ക്? തല്ല് കിട്ടിയത് അത് തല്ലി എന്ന് പറഞ്ഞോ ആരെങ്കിലും? ആരും പറഞ്ഞില്ല, ഞാൻ കണ്ടായിരുന്നു. നീ ഉണ്ടായിരുന്ന കൂടെ? അത് ഞാനല്ലെന്നേ, എന്നെ പോലെ ഒരാളാണ് നിനക്ക് തോന്നി. അതെ എന്നെ പോലെ ഉണ്ടല്ലോ കുറെ പേര്. അത് തോന്നിയതാ. ഞാൻ എന്നെ പണിക്കൊന്നും കിട്ടില്ല, ഞാൻ ഡീസന്റ് ആള്. അതെ കണ്ടാ തന്നെ അറിയാം, ഡീസന്റ് ആള്. ഇപ്പൊ തുണി അലക്കുന്നിടത്ത് വന്ന് നോക്കിയിരിക്കുക, കാണാൻ രസാ പോലും. അതെ, നീ അലക്കണ എന്റെ ശേര് എന്ന് അങ്ങനെയാണ് എന്റെ അലക്ക്. ആ താളത്തിൽ നീ ഇങ്ങനെ ആന പനങ്കൈ എടുത്ത് ഇങ്ങനെ തഴുവി ഇങ്ങനെ വായിലോട്ട് ചുഴറ്റി വെക്കുന്ന. ഞാൻ എടുക്കും. ഞാൻ പോവില്ലേ, ഞാനിങ്ങനെ തമാശ പറഞ്ഞു. ഇതൊക്കെ വീടിനകത്ത് ഇടുന്ന ചവിട്ടിയൊക്കെയാ, അതൊക്കെ ഈ കല്ലിലിട്ട് തന്നെ അലക്കണം. അതിന് ചെയ്യുന്ന പണിയായത്. മിക്സിയും വാഷിംഗ് മെഷീനും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ജോലിക്ക് പോകണ്ടവരാ അവര്. അവർക്ക് ഈ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കാനൊന്നും നേരമില്ല. അതുകൊണ്ടാ, മനസ്സിലായ? അതിനത് വന്ന് നിന്ന് നോക്കി നിന്നിട്ട് പിന്നാരം പറയാൻ നിൽക്കണ്ട. വയസ്സായാലും പിന്നെ അണ്ണാൻ മരം കയറ്റം മറക്കുവോ എന്ന് പറഞ്ഞോല. പിന്നെ അണ്ണാൻ മറച്ചല്ലാണ്ട് പിന്നെ എങ്ങനെ പോണ്ടേ? കണ്ടമാനം മരം കയറണ്ട. നീ വലിയൊരാള് വന്നേക്കണം. നിന്നെ അലക്കുന്ന കണ്ടപ്പോ ഒരു ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റ്. വലിയ ഭംഗി തോന്നിക്കണ്ട. ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ അഭിപ്രായം പറയുന്നത് എൻ്റെ വീട്ടുകാർ തീരെ വരുമ്പോൾ ഒന്നും മിണ്ടിയേക്കല്ലോ കേട്ടോ. വീട്ടുകാരത്തോട് പറഞ്ഞാ കിട്ടൂലേ? കിട്ടുവായിട്ടല്ല, പിന്നെ അവക്ക് എന്നെ അങ്ങനത്തെ സംശയമൊന്നുമില്ല. പറയരുത്, ഒരു കാര്യത്തിനും പറയില്ലേ. അപ്പം നീ ഒരു കാര്യമില്ല, അങ്ങനെ നീ എല്ലാം ചോദിച്ചാൽ ഞാൻ നിന്നോട് മിണ്ടില്ല. എന്നാലും ഒരു സ്ഥലം, ഒരു നല്ലൊരു കലാപരമായിട്ട് അലക്ക്, താളത്തിൽ വെള്ളം കോരി ഞാൻ തലയെ കൊണ്ട് ഒഴിക്കും. പൊക്കോ വേഗം. എന്നാലും ഒരു ചന്തം ഉണ്ട് കേട്ടോ. ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ? കുതിരച്ചന്ത പോന്നണ്ടാ. നല്ലത്.